അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ഉയർത്തിവിടുന്ന വിഷയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥ എവിടം വരെയാണ് എന്ന് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. വളരെ സങ്കീർണമാണ് വിഷയം, അതീവ ദയനീയമാണ് വിഷയം. ഇത് ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അപ്പോൾ വിശദമായ പരിശോധനയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഡാമിന്റെ ശോച്യാവസ്ഥ എന്താണെന്നും എവിടം വരെയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് സാധാരണ ജനങ്ങൾക്കറിയില്ല. ഏതാണ്ട് 12 വർഷം മുൻപാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരെ അനുകൂലിക്കുന്ന എല്ലാ രാഷ്ട്രീയ വിഭാഗക്കാരും എല്ലാം ചേർന്ന് മുല്ലപ്പെരിയാറിനെതിരെ ശക്തമായ സമരം നടത്തിയിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ബിജിമോൾ MLA അടക്കമുള്ളവർ പന്തല് കെട്ടിയിരുന്ന് മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ വിശദീകരിച്ചുകൊണ്ടുള്ള സമരം നടത്തിയിരുന്നു. ആ സമരപ്പന്തലിലേക്ക് പോകാം നമുക്ക്. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 20 ഭൂചലനങ്ങളും ഒപ്പം പെരുമഴയും കൂടി വന്നപ്പോഴാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക അണപൊട്ടിയത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രസ്താവനകൾക്കപ്പുറം പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും വരികയായിരുന്നു. വൻ ദുരന്തത്തിന് ഭീതിയിൽ കഴിയുന്ന 5 ജില്ലകളിലെ 30 ലക്ഷം ജനങ്ങളോട് ക്രൂരമായ നിസ്സംഗത പാലിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇന്റർനെറ്റിലെ സോഷ്യൽ നെറ്റ്വർക്ക് കൂട്ടായ്മകളും രൂക്ഷമായി പ്രതികരിച്ചു. CPM, CPI, BJP തുടങ്ങിയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയതിനൊപ്പം മന്ത്രി PJ ജോസഫും കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ഉറങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല. ഏത് സമയത്തും ഭൂചലനം ഉണ്ടാകാം. 30 ലക്ഷം ജനങ്ങളുടെ ജീവൻ ബന്ധാടുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ നോക്കിയിരിക്കാവോ? CPIM എല്ലാം ചേർന്ന് ശക്തമായ സമരം അടിച്ചുവിടുകയുണ്ടായി. അന്നൊന്നും അതിന് യാതൊരു പരിഹാരവും കണ്ടെടുക്കാൻ സാധിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റിനെ തമിഴ്നാട് ഗവൺമെന്റ് സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിയും വന്നു. ഏതായാലും സമരം വലിയ കാര്യമായില്ല, പേരിന് വേണ്ടി സമരം നടത്തി എന്ന് പറയാം. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 12 വർഷം മുൻപാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷെ ഈ മുന്നണി ഇപ്പോൾ ഡാമിന്റെ വിഷയത്തെക്കുറിച്ചും അപകടാവസ്ഥയെക്കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ നേരത്തെ പന്തല് കെട്ടിയിരുന്ന് ഇവർ സമരം ചെയ്യുകയുണ്ടായി. നമുക്ക് ആ സമരപ്പന്തല് നമുക്കൊന്ന് കണ്ടുനോക്കാം. അങ്ങനെ ശക്തമായ സമരമുറകളെല്ലാം നടത്തി പിന്നീട് അധികാരം കിട്ടി. പിന്നീട് തുടർച്ചയായി 2 പ്രാവശ്യം അധികാരം കിട്ടിയിട്ടും ഈ 2 പ്രാവശ്യവും മുല്ലപ്പെരിയാർ വിഷയം ബോധപൂർവം മറച്ചു വെക്കുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ ഒരു സമരവും നടത്തുന്നില്ല. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നില്ല. എന്നാൽ ഡാമിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയില്ല. സത്യത്തിൽ ഈ ഡാം വിണ്ട് കീറിയിരിക്കുകയാണ്, പൊട്ടിയിരിക്കുകയാണ്. ഇത് മുതിർന്ന എഞ്ചിനീയർമാർ വരെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഡാമിന്റെ വിള്ളലും പൊട്ടലും വെള്ളം ലീക്കെടുക്കുന്നതെല്ലാം അതും നമുക്കൊന്ന് കണ്ടുനോക്കാം. വളവ് വിസിബിൾ ആണ്. അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിന് തെറ്റ് പറ്റുന്നതുമല്ല. അവിടെ ഉണ്ട്, വളവുണ്ട്, വളഞ്ഞു, ഒടിഞ്ഞു. അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി, അതിന്റെ അടിയിൽ സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിലൊരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞിരിക്കണമെന്ന്. അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ്. ഇത്ര ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റും. UDF ഭരണകാലത്ത് ഇടതുപക്ഷം ശക്തമായ പ്രക്ഷോഭം ഉയർത്തിവിട്ടപ്പോൾ അന്ന് PJ ജോസഫ് അന്ന് UDF ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം ഇതിനെതിരെ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. പക്ഷേ അന്നത്തെക്കാൾ അതീവ ദയനീയ അവസ്ഥയാണ് ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിരിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ ഏത് നിമിഷവും ഡാം ബ്ലാസ്റ്റ് ആയാൽ ചുരുങ്ങിയത് ഒരു 40-45 ലക്ഷം ജനങ്ങൾ ഒലിച്ച് അറബിക്കടലിലേക്ക് പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഡാമിന്റെ ശോച്യാവസ്ഥ എവിടം വരെയാണ്, എത്രത്തോളമാണ് ഇതിന്റെ അപകടാവസ്ഥ എന്നുള്ള വിഷയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയി ഈ ഡാമിന്റെ ആരോപണം, ഈ ഡാമിന്മേലുള്ള ആരോപണവും അപകടവും എല്ലാം
തുടങ്ങിയ കാലം മുതലേ ഈ റസൽ ജോയി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡാമിന്റെ അപകടാവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റസൽ ജോയിയുടെ വിശദീകരണവും റസൽ ജോയി പറയുന്ന യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ, നുണയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് കൂടി നമുക്ക് കാണാം. മുല്ലപ്പെരിയാർ ഡാം കാണിക്കാത്ത എന്താ? കണ്ട ജനങ്ങൾ പാനിക്കാവൂലേ? വളവ് വിസിബിൾ ആണ്. അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിന് തെച്ചു പറ്റുന്നതുമല്ല. അവിടെ ഉണ്ട്, വളവുണ്ട്, വളഞ്ഞു, ഒടിഞ്ഞു. അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി, അതിന്റെ അടിയിൽ സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിലൊരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞിരിക്കണമെന്ന്. ജലബോംബാണ് മുല്ലപ്പെരിയാർ, രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. മുല്ലപ്പെരിയാർ ഡാമിന് വളവ്, നിർണായക വെളിപ്പെടുത്തൽ, നടുക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട് റസൽ ജോയി. ഇങ്ങനെ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ വീഡിയോയുടെ ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടല്ലോ, യാഥാർത്ഥ്യം മനസ്സിലായല്ലോ. എനിക്ക് പറയാനുള്ളത്, ഷെഡ് കെട്ടി പന്തല് കെട്ടി സമരം ചെയ്ത ഇടതുപക്ഷം ഇപ്പോൾ ഭരണത്തിൽ കയറിയതിനു ശേഷം ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഏത് വിധേനയും ഭരണത്തിലേറുക, ഭരണം പിടിക്കുക, അതിനുള്ള ഒരു ടൂളായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ജനം ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ട ആ അപകടാവസ്ഥയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അന്ന് ഡാം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും ഡേഞ്ചറസ് ആയിരുന്നില്ല. അന്നാണ് ശക്തമായ പ്രക്ഷോഭം ഉയർത്തിയത്. എന്നാൽ ഇന്നത് മാറി. ഇന്ന് എനി ടൈം, ഏത് നിമിഷവും ഡാം ബ്ലാസ്റ്റ് ആകാം. അങ്ങനെ ബ്ലാസ്റ്റ് ആയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനു വേണ്ടി നിലവിളിക്കുന്നതും നെഞ്ചത്തിടിക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകും. എന്നാൽ ഈ ഡാം ബ്ലാസ്റ്റ് ആയാൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാക്കൾക്കും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ, ഇരു മുന്നണികളിലുമുള്ള നേതാക്കൾ ഒന്നും ഈ ഡാമിന്റെ അപകടം വിതയ്ക്കുന്ന ആ മേഖലയിൽ ഉള്ളവരല്ല. പലരും കണ്ണൂരും തിരുവനന്തപുരം ഒക്കെ ആയിട്ടുള്ളവരാണ്. പിന്നെ സ്ഥിരം തലസ്ഥാനത്ത് താമസമാക്കിയവരാണ്. അവർക്കൊന്നും പോകാനില്ല. അതുകൊണ്ട് അവർക്ക് ഇതിന്റെ വേദനയും അറിയില്ല. പോകാനുള്ളതും നഷ്ടപ്പെടാനുള്ളതും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മാത്രം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങളൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാം. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ഡാമാണ്. അന്ന് ഈ ഡാമിന്റെ നിർമ്മാണം ഏറ്റെടുത്ത ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ സായിപ്പ് ഈ ഡാമിന് നൽകിയിട്ടുള്ള ഗ്യാരണ്ടി വെറും 50 വർഷമാണ്. കാരണം ഇത് സിമെന്റിലൊന്നും അല്ല പണിതിരിക്കുന്നത്, സുറുക്കിയാണ്. സുറുക്കി എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുക്കിയെടുത്ത് മണലും ശർക്കരയും കുമ്മായവും ഒക്കെ ചേർത്ത് കുഴച്ച് അത് വെച്ചുണ്ടാക്കിയ ഡാമാണ്. സിമെന്റിന്റെ ബലമോ പിടുത്തമോ ഒന്നും സുറുക്കിക്ക് ഉണ്ടാവുകയില്ല. നിരന്തരം എല്ലാ ഭാഗത്തു നിന്നും ലീക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ സുറുക്കിയെല്ലാം ഒലിച്ചു പോയി. ഇന്ന് സുറുക്കിയില്ല. തന്നെയുമല്ല, ഡാമിന്റെ മുൻവശം വെള്ളം കിടക്കുന്ന ഭാഗമാണ് ഉൾവശം. മുൻവശം ഈ ഡാമിന്റെ ഫൗണ്ടേഷൻ അടങ്ങുന്ന, ഡാമിനെ ഇങ്ങനെ ചാരി നിർത്തുന്ന ഫൗണ്ടേഷൻ അടങ്ങുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് ഈർപ്പം തട്ടാൻ പാടില്ല. ആ ഭാഗത്ത് ഈർപ്പം തട്ടിയാൽ ഡാം അപകടാവസ്ഥയിലാണ് എന്നാണ് അർത്ഥം. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുൻവശത്ത് ഫൗണ്ടേഷൻ, ഈ താങ്ങ് പോലെ നിൽക്കുന്ന ഫൗണ്ടേഷൻ നിൽക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ, നമ്മൾ അവിടെ ഇറങ്ങിയാൽ നമ്മുടെ മുട്ടോളം ചെളിയിൽ നമ്മൾ താഴും. ആകെ വെള്ളം ഒലിച്ച് ലീക്കായി ഈർപ്പമടിച്ച് കിടക്കുക. അത്ര അപകടാവസ്ഥയിലായിട്ട് പോലും ആരും ഇതിനെ രക്ഷിക്കാൻ വേണ്ടി യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നാം എല്ലാവരും ഉറക്കമൊളച്ചിരിക്കേണ്ട അവസ്ഥയാണ്. ഉറങ്ങാതെ രാത്രി ഇരിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മളുടെ കട്ടിൽ മുങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് നോക്കുമ്പോൾ അരക്ക് വെള്ളം വീടിന്റെ അകത്തുണ്ടാവും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മൾ ജനങ്ങൾ ചെയ്യേണ്ടത്, ഒരു രാഷ്ട്രീയക്കാരന്റെ മൂട് താങ്ങാൻ പോകാതെ സാംസ്കാരിക സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരു ശക്തമായ പ്രബോധന പരിപാടികൾ എത്രയും പെട്ടെന്ന് നടത്തണം. അധികാരികളെ നിർബന്ധപൂർവം ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട്
അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ട ശക്തമായ സമരമുറകൾ, അത് എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും വേണ്ടില്ല, ശക്തമായ സമരമുറകൾ അഴിച്ചുവിട്ടേ പറ്റൂ. അത് അഴിച്ചുവിട്ടില്ലെങ്കിൽ 40-45 ലക്ഷത്തോളം ജനങ്ങൾ അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടില്ല, ശവശരീരം പോലും കിട്ടില്ല, അറബിക്കടലിൽ തപ്പേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.